ഇത് കളയല്ലേ, അതെനിക്ക് വേണേ, കളയല്ലേ. ആ കൊള്ളാം, ഭംഗിയുണ്ട്. അവന് പരുവത്തിന് ഇരിക്കാൻ പറ്റിയ സ്ഥലമേ. അവനെയും കൂടെ ഒന്ന് പിടിച്ചു. ഞാൻ ക്യാമറ എടുക്കുന്നില്ലായിരുന്നു. ജോസ് പറഞ്ഞ് ക്യാമറ എടുത്തോണ്ട് വരാൻ, അതുകൊണ്ടാണ് എടുത്തത്. പോയി. ഹലോ, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. എല്ലാവർക്കും സുഖമല്ലേ? ദൈവമേ, മാസങ്ങളായെന്ന് തോന്നുന്നു ഒരു വീഡിയോ ഇട്ടിട്ട്. ഇപ്പൊ കുറേ പേര് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇടുന്നുണ്ട്, ബെൻസി എന്ത് പറ്റി, ബിസിനസ്സൊക്കെ നിർത്തിയോ, ഒന്നും അറിയുന്നില്ല, സ്റ്റാറ്റസ് ഇടുന്നില്ല. അയ്യോ, അങ്ങനൊന്നും അല്ല കേട്ടോ, അപ്പൊ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, അതുപോലെ തിരക്ക് കാരണമായിരിക്കുമെന്ന്. ഞാനിപ്പോൾ ഇത് കാണിക്കാൻ കാര്യം, കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു കസ്റ്റമർ സാധനം എടുക്കാൻ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഇത്രയും ഈ കാര്യങ്ങളൊക്കെ വീട്ടിൻ്റെ വാതൊക്കെ വെച്ചിട്ടുണ്ട്, ഇതൊക്കെ ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തണം ചേച്ചി, ഒരു അഡ്വർടൈസ്മെൻറ്റും ചെയ്യുന്നില്ല ചേച്ചിയുടെ പ്രോഡക്ട്സിനെ പറ്റി, അപ്പം വീഡിയോയിൽ ഇതൊക്കെ കാണിച്ചെങ്കിലല്ലേ പുതിയ ആൾക്കാർക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോഴാണ് ഞാനും അത് ചിന്തിച്ചത് കേട്ടോ. അപ്പം നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് നമ്മൾ കൂടുതൽ അത് നല്ല രീതിയിൽ പോകണം, 10 പേര് അറിയണം, കുറേ ആൾക്കാരിലേക്ക് ഇത് എത്തണം എന്നൊക്കെയുള്ള ചിന്ത കൊണ്ടാണല്ലോ നമ്മളെ സ്നേഹിക്കുന്നവർ ഇതൊക്കെ പറഞ്ഞു തരുന്നത്. അന്നേരമാണ് ഞാനും ചിന്തിച്ചത്, ഞാൻ പൊതുവേ ഒരു അഡ്വർടൈസ്മെൻറ്റും നമ്മുടെ സാധനങ്ങൾക്ക് കൊടുക്കാറില്ല. ഈ വീഡിയോയിൽ ജസ്റ്റ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് കാണിക്കുന്നു, പിന്നെ സ്റ്റാറ്റസ് ഇടുന്നു, വല്ലപ്പോഴും ഷോർട്സ് ഇടുന്നു, അത്രയേ ഉള്ളൂ. ദൈവകൃപയാൽ ഞങ്ങളുടെ സാധനങ്ങളെല്ലാം സെയിലാവുന്നത് വാങ്ങുന്നവർ തന്നെ മറ്റുള്ളവരടുത്ത് പറഞ്ഞ് മൗത്ത് പബ്ലിസിറ്റിയാണ്. ഇപ്പം ഈ കാണുന്നത് തന്നെ, ഈ ഡെയിലി 3ഉം 4ഉം കസ്റ്റമേഴ്സ് നമ്മൾ ഇന്റർനാഷണൽ കൊറിയർ അല്ലാതെ കൊറിയർ അയക്കുന്നത് കൂടാതെ പല സ്ഥലങ്ങളിൽ നിന്നായി സാധനം എടുക്കാൻ വരുന്നവരുണ്ട്. അത് ബൾക്കായിട്ടുള്ള വലിയ ഓർഡറുകളാണ്. അപ്പൊ ഇത് ആരുടെ കയ്യിൽ നിന്നോ അച്ചാർ മേടിച്ച് ടേസ്റ്റ് ചെയ്തിട്ട് ഒരു 3 വർഷം മുമ്പ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് സാധനം മേടിച്ചു. അതിൽ പിന്നെ അമേരിക്കയിലുള്ള കസ്റ്റമറാണ്. അതിൽ പിന്നെ എല്ലാ വർഷവും വരുമ്പോൾ വന്നാൽ 2 ദിവസം കഴിയുമ്പോൾ ഇവിടെ വരും ഓർഡർ തരാനായിട്ട്. അത് കഴിഞ്ഞിട്ട് പോകുന്നതിൻ്റെ മുമ്പ് സാധനം എടുക്കാനായിട്ടും വരും. ദൈവകൃപയാൽ നന്നായിട്ട് പോകുന്നു. ഞാൻ പറഞ്ഞല്ലോ, പറഞ്ഞുള്ള അറിവാണ് നമ്മുടെ സാധനങ്ങൾ ഇത്രയും പോകുന്നത്. ഇപ്പോൾ ഓണത്തിന്റെ ശർക്കര വരട്ടി ചിപ്സൊക്കെ ഉണ്ടാക്കുന്ന തിരക്കാണ്. വേറെ ഒന്നും ഓണം സ്പെഷ്യലായിട്ട് ചെയ്യുന്നില്ല കേട്ടോ. കാരണം ഇത്രയൊക്കെ ചെയ്യാനുള്ള സമയം കിട്ടുന്നുള്ളൂ, അതുകൊണ്ടാണ്. വേറെ സ്റ്റാഫുകളൊന്നും ഇല്ലല്ലോ, ഞാൻ തന്നെ ചെയ്യുന്നതാണല്ലോ. അപ്പൊ ചോദിക്കും സ്റ്റാഫിനെ നിർത്തിക്കൂടെയെന്ന്. ഞാൻ അത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. കുക്കിംഗ് കാര്യങ്ങൾ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ എല്ലാവർക്കും അറിയാം, പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുവെങ്കിൽ നല്ല മസാലകൾ, ചിക്കൻ മസാല, സാമ്പാർ മസാല, കാശ്മീരി ഏറ്റവും കൂടുതൽ ഇവിടുന്ന് പോകുന്നത് കാശ്മീരിയാണ്. കാശ്മീരി മുളക് പൊടി, നല്ല ഒറിജിനൽ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഈ റോസ് വറുത്ത തേങ്ങ, ചമ്മന്തിപ്പൊടി, എല്ലാവിധ അച്ചാറുകളും, അങ്ങനെ എല്ലാ നാടൻ സാധനങ്ങളും നമ്മുടെ ഇവിടെ ലഭ്യമാണ് കേട്ടോ. ഡെയിലി ഇവിടുന്ന് കൊറിയർ പോകുന്നുണ്ട്. അപ്പം ബിസിനസ് നിർത്തിയെന്നാരും ചിന്തിക്കരുത് കേട്ടോ. നല്ല രീതിയിൽ ദൈവകൃപയാൽ പോകുന്നു. ഇതൊക്കെയാണ് ഞാൻ എൻ്റെ അടുത്ത് മെസ്സേജിൽ കൂടി ചോദിക്കുന്നവർക്കൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇടയ്ക്ക് വെച്ച് ഒന്ന് പനിയൊക്കെയായി ഒരു കിടപ്പായിരുന്നു. എങ്കിലും എനിക്ക് തോന്നുന്നു ഒത്തിരി ഒന്നും ഞാൻ ക്യാൻസൽ ചെയ്തില്ല. എന്നെ കൊണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തു. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ റെഡിയാക്കി വെച്ചേക്കുന്നു. ഇതെല്ലാം ബോക്സിൽ നിറയ്ക്കണം കേട്ടോ. ഓണത്തിന് മുമ്പ് ഞാൻ ഒരു വീഡിയോ വിശദമായിട്ട് ഇടാം, എന്തൊക്കെയാണ് നമ്മുടെ കയ്യിൽ പ്രോഡക്ട്സ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന എല്ലാ പ്രോഡക്ട്സും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള വിശേഷങ്ങൾ. വർഷങ്ങളായി കാണും എൻ്റെ മുടി ഒന്ന് ഞാൻ ഷേപ്പ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് പോയതാണ്. മുടിയുടെ ഉള്ളെല്ലാം പോയി കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു ഒരു വർഷമെങ്കിലും ആയിക്കാണും ഞാൻ എൻ്റെ തല എണ്ണ തന്നെ തേച്ചിട്ട്. സത്യം പറഞ്ഞാൽ അതിന് ഒരു സമയം കിട്ടുന്നില്ലെന്ന് പറയുന്നതാവും. കേൾക്കുന്നവരതെങ്ങനെ എടുക്കും എന്ന് എനിക്കറിയില്ല. നന്നായി കെയർ ചെയ്താൽ നല്ലതായിട്ട് വളരുന്ന മുടിയാണിത്. പക്ഷെ എനിക്ക് അതിന് ടൈം കിട്ടുന്നില്ല. മുടി മൊത്തത്തിൽ കൊഴിഞ്ഞ് ഉള്ളേ ഇല്ല. ഇതറാക്കി रुको इधर रुको ना, उसको शर्म പോയി. അവന് നാണം വരുന്നെന്ന്. शर्म क्यों आ रहे? हाँ, इतना हेयर कट करते तो शर्म क्यों आने का?
മുടി വെട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ദിവസത്തെ ഭംഗി അത്രേ ഉള്ളൂ കേട്ടോ. ഒന്ന് ഉറങ്ങി എണീറ്റാൽ അല്ലെങ്കിൽ ഒന്ന് തല നനച്ചാൽ തീരുന്നേ അത്രേ ഉള്ളൂ. എന്തായാലും ആ ഒരു ദിവസം ഇങ്ങനെ ആസ്വദിച്ച് നടക്കും കേട്ടോ. ഒരു ഭംഗി പല രീതിയിലൊക്കെ മുടി കെട്ടി നോക്കും. ഞാൻ പറഞ്ഞില്ലേ ഉള്ളു മൊത്തവും പോയെന്നുള്ളതാ എന്റെ മുടിയുടെ. എനിക്ക് തന്നെ സങ്കടം വരും. ഒന്നാമത്തെ കാര്യം ഈ എണ്ണ തേക്കുന്നത് ഞാൻ പറഞ്ഞു എണ്ണ തേച്ചാല് അത് തല നമ്മള് വൈകുന്നതിന് മുമ്പ് തന്നെ തല കുളിക്കണം. രാത്രി ലേറ്റായിട്ട് തല കഴുകിയാല് എനിക്ക് ചുമയും ജലദോഷവും ഒക്കെ പലർക്കും അങ്ങനെ ഉള്ളതാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ രാത്രി കുളിക്കുന്നത് തന്നെ ചിലപ്പോ രാത്രി 12 മണി, ചിലപ്പം വെളുപ്പിന് 1 മണി ഇങ്ങനെയൊക്കെയാണ്. എനിക്ക് നന്നായിട്ടറിയാം അത് നല്ല ശീലം അല്ല. പക്ഷേ വൈകിട്ട് 4 മണി 5 മണിക്ക് കുളിച്ചാലും അത് കഴിഞ്ഞും എനിക്ക് ജോലിയുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്തായാലും ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് കുളിച്ചില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല. എത്ര ലേറ്റ് ആയാലും ഉറങ്ങുന്നതിന് മുമ്പ് കുളിച്ചില്ല, പല്ല് തേച്ചില്ല എന്നുണ്ടെങ്കിൽ ഉറക്കം വരില്ല. അതൊക്കെ ഒരു ദുശ്ശീലമാണോ നല്ല ശീലമാണോ എന്നൊന്നും അറിയില്ല. അതുകൊണ്ട് ഞാൻ ഡെയിലി തല കഴുകാറില്ല. ആഴ്ചയിൽ 2ഓ 3ഓ ദിവസമാണ് ഞാൻ തല നനയ്ക്കുന്നത്. അതുകൊണ്ട് ഡെയിലി എണ്ണ തേക്കാനും പറ്റാറില്ല. ഇതൊക്കെയാണ് അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ആ കണ്ടില്ലേ ആ ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട് അങ്ങനെയാണ് ആ സലൂണിന്റെ പേര് കേട്ടോ. അപ്പൊ അവിടെയാണ് ഞാൻ പോയത്. ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്. ബംഗാളി പയ്യനാണ് മുടി വെട്ടിയത്. നല്ല രീതിക്ക് ചെയ്തു തന്നു കേട്ടോ. നന്നായിട്ട് ചെയ്തു. അപ്പൊ ഞാൻ ഈ ലാസ്റ്റില് വീഡിയോ എടുത്തപ്പോ പിള്ളേര് ചോദിക്കുമായിരുന്നു, വ്ളോഗറാണോ? ഏതാ ചാനൽ എന്നൊക്കെ. ഞാന് എവിടെ പോയാലും എന്താണ് ഞാനൊരു വ്ളോഗറാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് വീഡിയോ എടുക്കുകയോ മറ്റുള്ളവരോട് പറയുകയോ ഒന്നുമില്ല കേട്ടോ. ലാസ്റ്റിൽ എന്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി അങ്ങനെ അത്രയും വീഡിയോ എടുക്കുന്നേ ഉള്ളൂ. അപ്പൊ ഈ പിള്ളേര് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ആണെന്ന്. അപ്പൊ അവന്മാര് പെട്ടെന്ന് തന്നെ വീഡിയോ നോക്കിയിട്ട് അയ്യോ 7 ലക്ഷം സബ്സ്ക്രൈബേഴ്സോ എന്റെ ദൈവമേ ഇത്രയും വലിയ വ്ളോഗറാണോ? എനിക്കതിൽ വലിയ അതിശയമൊന്നും തോന്നിയില്ല. കാരണം ഇപ്പൊ നന്നായിട്ട് വീഡിയോ ഇട്ടാൽ എല്ലാവർക്കും ലക്ഷങ്ങള് മില്യൺസ് ഒക്കെ നമ്മുടെ ചാനലിനെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാമല്ലോ. എന്നെ മില്യനൊക്കെ അവിടെ സമയം കഴിഞ്ഞു. എന്റെ ഒറ്റ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഈ ചാനൽ ഇങ്ങനെ പോകുന്നത്. റെഗുലർ ആയിട്ട് വീഡിയോ ഇടുന്നില്ല, ഒന്നുമില്ല. പിന്നെ എന്നെ സ്നേഹിക്കുന്ന നിങ്ങൾ കുറച്ചുപേർ ഉള്ളത് കൊണ്ടാണ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ ഇത്രയും പേരെങ്കിലും എന്റെ വീഡിയോ കാണുന്നത്. നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. ഇപ്പോഴേ ഇവിടെ നിലവിൽ ഉള്ളതിൽ എനിക്ക് പറിച്ച് കഴിക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ട് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും, എങ്കിലും കാണിക്കാം. ഇത് ഞാൻ ചെറിയ തൈകൾ വളർന്നു വന്നപ്പോഴേ നിങ്ങളടുത്ത് ചോദിച്ചിരുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ലെന്ന്. ഒരാൾ എനിക്ക് ഉത്തരം തന്നിരുന്നു മണിത്തക്കാളിയാണെന്ന് കേട്ടോ. ഇത് മണിത്തക്കാളിയാണ്. ദൈവമേ ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ. കുറേ ഞാൻ പിഴുത് കളഞ്ഞു. അപ്പൊ ഇതിന്റെ തളിരില തോരൻ വെക്കാൻ കൊള്ളാം. അതിന്റെ ആ മണിത്തക്കാളി ചെറിയ തക്കാളി ഉണ്ടല്ലോ പച്ച കളറിലെ, അത് മെഴുക്ക് പുരട്ടാൻ തോരൻ വെക്കാന്നൊക്കെ പറഞ്ഞു കേട്ടു. പക്ഷെ ഇതുവരെ ഞാൻ ട്രൈ ചെയ്തില്ല കേട്ടോ. കുറെയൊക്കെ ഞാനിപ്പം പിഴുത് കളഞ്ഞു. കാരണം ഇഷ്ടംപോലെ കടയിൽ സാധനം മേടിക്കാൻ വരുന്നവരടുത്തും ഞാൻ പറയും, പരിചയമുള്ള നമുക്ക് നന്നായിട്ട് പറയാൻ ഫ്രീഡം ഉള്ളവരടുത്ത് ഇത് മണിത്തക്കാളിയാണ് പറിച്ച് കഴിച്ചോണേ ഹെൽത്തിന് നല്ലതാണെന്നൊക്കെ. അപ്പോ ജോസാനായാലും ഞാനായാലും മുറ്റത്തോട്ടിറക്കുമ്പോഴെല്ലാം പഴുത്തത് കാണും. ഇങ്ങനെ കഴിച്ചോണ്ടേയിരിക്കും. ഇപ്പൊ ഞാൻ ഒരുമാതിരിപ്പെട്ട എല്ലാം പിഴുത് കളഞ്ഞു കേട്ടോ. ഇനിയിപ്പോ ഇഷ്ടംപോലെ ഇവിടെ പിടിക്കും. കാരണം അത് ചിലപ്പം അടുത്ത വർഷമായിരിക്കത്തില്ല, അതിന്റെ പിറ്റേ വർഷമായിരിക്കും ഇത് കിളിർത്ത് വരുന്നത്. അങ്ങനെയുള്ള ഈ ചെടിയാണ് ഈ മണിത്തക്കാളി എന്ന് പറയുന്നത്. കാരണം എന്റെ കമ്പോസ്റ്റിൽ നിന്നും വളർന്നു വന്നതാണ് കേട്ടോ. അപ്പം ഡെയിലി ഞാൻ പറഞ്ഞല്ലോ പാക്കിംഗ് നടക്കുന്നുണ്ട്, ഇന്റർനാഷണൽ കൊറിയർ പോകുന്നുണ്ട്. നമ്മുടെ കയ്യിലില്ലാത്ത സാധനങ്ങൾ ചിലത് എടുത്തു കൊടുക്കണേന്ന് പലരും പറയും. അങ്ങനെ എടുത്തു കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു ഓർഡർ അമേരിക്കയിൽ നിന്ന് വന്ന ചട്ടി ഉൾപ്പെടെയാണ്. ചട്ടി ഉൾപ്പെടെ എടുത്തു കൊടുക്കണമെന്ന് പറഞ്ഞു. അത് പിന്നെ ഓൺലൈനിൽ നിന്ന് മേടിക്കേണ്ട സാധനങ്ങൾ അതുപോലെ ഫ്രീഡം ഉള്ള കസ്റ്റമേഴ്സ് ആണേ. ഓൺലൈനിൽ നിന്ന് മേടിക്കേണ്ട ലിങ്ക് ഇട്ട് തരും, ഒന്നും മേടിച്ച് വെച്ചേക്കണേന്ന് പറയും. അങ്ങനെയുള്ളവരുണ്ട്. കാരണം ഞങ്ങളുടെ ജോലി ഇതാണല്ലോ. അപ്പൊ ഞങ്ങളെല്ലാം ചെയ്തു കൊടുക്കണമല്ലോ. ഞാൻ ക്യാമറ എടുക്കുന്നില്ലായിരുന്നു. ജോസ് പറഞ്ഞ് ക്യാമറ എടുത്തോണ്ട് വരാൻ, അതുകൊണ്ടാണ് എടുത്തത്. ആണ്. യോ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട്. ജോസാന്റെ ഉപ്പാപ്പനെയും ഉപ്പാപ്പന്റെ വൈഫ് സൂസമാമയും നിങ്ങൾ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ മറ്റേത് മാവനും അതായത് ജോസാന്റെ പപ്പയുടെ പെങ്ങടെ ഭർത്താവും മക്കളുമാണ് കേട്ടോ. പെങ്ങള് മരിച്ചുപോയി. അപ്പൊ അതിനു മുമ്പേ അവര് വന്നതാണ്. ഞാൻ എന്നും പറയുന്നത് പോലെ ഞാൻ പറയട്ടെ, ഇത് ഒരു ദിവസത്തെ വ്ളോഗല്ല, പല ദിവസത്തെ വീഡിയോകള് ഞാൻ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നത്
വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി എഡിറ്റ് ചെയ്തിടുന്നതാണ് കേട്ടോ. ഇതിൽ കുറേ പഴക്കമുള്ള വീഡിയോകൾ കാണും, പുതിയ വീഡിയോകൾ കാണും, എല്ലാം കൂടെ മിക്സ് ചെയ്താണ് എടുക്കുന്നത്. അപ്പം മാവനാണ് വണ്ണം കുറഞ്ഞ പാസ്റ്ററാണ് കേട്ടോ. പുള്ളിയുടെ 2 മക്കളാണ്, ലിബിനും സുബിനും. അപ്പോൾ അവരും എല്ലാരും കൂടി ഇങ്ങോട്ട് വന്നതാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞ ശേഷം ലിബിനെയും സുബിനെയും ഞാൻ ഇപ്പോഴാ വീണ്ടും കാണുന്നതെന്ന് തോന്നുന്നു. ഓരോരുത്തരും ജോലി കാര്യങ്ങളുമായിട്ട് പുറത്താണല്ലോ. എന്തോ ആ ഞാൻ പോവാറില്ല. ഓ നമുക്ക് പറ്റിയ സ്ഥലമൊന്നും അല്ല അതൊന്നും. അപ്പോൾ മേളില് പ്രയർ ഹോളും റൂമും ഒക്കെ എടുത്തുണ്ട്. അപ്പൊ അത് കാണാൻ വേണ്ടി എല്ലാവരും കൂടെ കയറിയതാണ്. അപ്പൊ ഇവിടാണ് ഇരിക്കുന്നത് സുഖം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ അവിടെ തന്നെ ഇരുന്ന് കേട്ടോ. അപ്പൊ സുബിൻ എൻ്റെ അടുത്ത് ചോദിച്ചതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾ കാര്യം തെറ്റിദ്ധരിക്കണ്ട. നിങ്ങളിൽ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണത്. മീറ്റപ്പ് ഒക്കെ വെക്കുമ്പോൾ ബെൻസി പോകാറില്ലേ, എന്താ പോകാത്തേന്ന്. ഞാൻ എങ്ങും പോകാറില്ല. എനിക്കൊന്ന് ചാനൽ തുടങ്ങിയ സമയത്ത് അന്ന് മലയാളികൾ ആരും ഇല്ല യൂട്യൂബ് അത്രയും നന്നായിട്ട് കൊണ്ടുപോകുന്നതും ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ളതും അന്ന്. അപ്പൊ അന്ന് എനിക്ക് തോന്നുന്നു ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ബോംബെയിലെ മീറ്റപ്പിനൊക്കെ എനിക്ക് മെയിൽ വന്നിട്ടുണ്ട്. അന്നും ഞാൻ പോയിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ സിമ്പിളായിട്ട് നടക്കുന്ന ഒരാളാണ്. നിങ്ങൾക്കിപ്പോൾ മീറ്റപ്പുകളൊക്കെ കാണുമ്പോൾ അറിയാം അതിനകത്ത് വരുന്ന കുട്ടികളൊക്കെ എങ്ങനെയാണ് വരുന്നതെന്ന്. ഞാൻ ഒരു മേക്കപ്പും ചെയ്യാറില്ല, മോഡേൺ ഡ്രസ്സ് ഇടാറില്ല. എന്നെ പോലുള്ള സാദാസീദാ ആളുകൾക്ക് പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് അതൊന്നും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും പല മീറ്റപ്പുകളുടെയും മെയിൽ എനിക്ക് വരാറുണ്ട്, ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ ഒന്നിനും പോവാറില്ല. ഇതാണ് റീസൺ, മറ്റൊന്നുമല്ല കേട്ടോ. ഓ ഇനി പണിയുണ്ടച്ചാ. അത് ഒട്ടും നടക്കത്തില്ല. ഇതിവിടെ ഉണ്ടല്ലേ എനിക്ക് അവിടെ പണി നടക്കൂ. അല്ലെ കടയിൽ വന്ന് ആരെങ്കിലും ബെല്ലടിച്ചാ പിന്നെ ഞാൻ ആ സുബിനെന്നാ പോന്നെ? അപ്പൊ ഇവിടുന്ന് ഇറങ്ങി അവരെല്ലാരും കൂടി സാമച്ചാന്റെ മോള് സൗമ്യയുടെ വീട്ടിലോട്ടാണ് പോയത്. അവിടെ ചെല്ലുന്നോന്നാണ് ചോദിച്ചത്. അപ്പൊ ഞാനാണെ ഓൾറെഡി അച്ചാറിടുന്ന തിരക്കിലാണോ. അങ്ങനെയുള്ള സമയത്ത് ജോസാൻ ഒട്ടും പുറത്തു പോകാൻ പറ്റത്തില്ല. കാരണം കടയിൽ ആരെങ്കിലും വന്നാൽ ഇത് ഇട്ടേച്ച് എനിക്ക് പോവാനും പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് പോകുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പലരിടത്തും ഇപ്പൊ ധാരാളം പേര് കൊട്ടാരക്കരയൊക്കെ എത്തിയിട്ട് എന്നെ വിളിക്കാറുണ്ട് കേട്ടോ. ബെൻസി അങ്ങോട്ട് വന്നോട്ടെ, സാധനം എടുക്കാൻ പറ്റുമോ എന്ന് പലരിടത്തും എനിക്ക് വാന്ന് പറയാൻ പറ്റാറില്ല. കാരണം ജോസാൻ ഒരു മിനിറ്റ് വീട്ടിലില്ല ഇപ്പം പല കാര്യങ്ങൾ കാരണം. എനിക്ക് അകത്ത് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ജോസാൻ പുറത്തു പോയി സാധനം മേടിച്ചോണ്ട് വന്നേലേ പറ്റത്തുള്ളൂ. പിന്നെ പാക്കിങ്ങിന്റെ സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ബോക്സ് മേടിക്കണമെന്നുണ്ടെങ്കിൽ അത് ദൂരെയാണ്. അച്ചാറിന്റെ ബോട്ടിൽ മേടിക്കണമെന്നുണ്ടെങ്കിൽ ദൂരെയാണ്. പിന്നെ കൊറിയർ അയക്കാൻ പോവുകയാണെങ്കിൽ ഇതെല്ലാം ജോസാൻ പുറത്തു പോയെങ്കിലല്ലേ നടക്കത്തുള്ളൂ. ഇത് ഞാൻ ഒരു പരീക്ഷണത്തിന് വേണ്ടി മാങ്ങ അരിഞ്ഞിട്ട് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയിട്ട് ഇടാറുണ്ട്. ഇതങ്ങനെയല്ല, വെയിലില്ലാത്തത് കൊണ്ട് ഞാൻ വെയിലൊന്നും വെച്ചിട്ടില്ല. ഒരു ദിവസം ഉപ്പിട്ട് വെച്ചിട്ട്, ദിവസമല്ല കുറച്ച് മണിക്കൂറുകൾ ഉപ്പിട്ട് വെച്ചിട്ട് മസാല പുരട്ടി വെച്ചതാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആണ്. എന്നിട്ട് ഞാനിത് മസാലയൊക്കെ പുരട്ടി ബോട്ടിലാക്കി കഴിഞ്ഞപ്പോൾ പിറ്റേന്ന് ഒരു ദിവസം ഒരു വെയിൽ കണ്ടപ്പം ആ ബോട്ടിലോട് കൂടി വെയിലത്ത് വെച്ചായിരുന്നു. നോർത്ത് ഇന്ത്യൻസ് അങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ. വെയിലത്ത് വെച്ച് മാങ്ങ ഉണക്കിയിട്ട് മസാല പുരട്ടിയിട്ട് ബോട്ടിലിനകത്താക്കി അത് വെയിലത്ത് വെക്കും. ഭയങ്കര ടേസ്റ്റ് ആണ്. വെറുതെ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കാൻ തോന്നും. കഴിക്കാൻ തുടങ്ങിയാലേ കഴിച്ചോണ്ടേയിരിക്കും. ഇച്ചിരി ചെനച്ച മാങ്ങ ചെറുതായിട്ട് മധുരം വെച്ചതേ, എന്താ ടേസ്റ്റ് എന്നറിയോ. ആ വെയിലത്തിരുന്നതിൻ്റെ ഒരു എന്താ പറയുന്നേ, വെയിലത്തൊക്കെ ഇരുന്ന് ഉണങ്ങുമ്പോൾ ഒരു പ്രത്യേക ഒരു ഉണക്ക ടേസ്റ്റ് വരുമല്ലോ. ഉണക്ക ടേസ്റ്റ് എന്തോ പറയുന്നത് എനിക്കറിയത്തില്ല. ആ ഒരു ടേസ്റ്റും ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ വിചാരിക്കുമായിരുന്നു ചെനച്ച മാങ്ങ കൂടുതൽ കിട്ടുവാണെങ്കിൽ ഇതെനിക്ക് ബിസിനസ് പർപ്പസിന് വേണ്ടി ചെയ്യാൻ പറ്റും. പക്ഷെ നല്ല ചെനച്ച മാങ്ങ കിട്ടണം, ഇത്തിരി മധുരം വെച്ച് തുടങ്ങുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് കാണുമോ എന്ന് എനിക്കറിയില്ല. പിന്നെന്താണ്, മാങ്ങ വെള്ളക്കിടത്തില്ലേ സാധാരണ ഉപ്പുനീരിനകത്ത്, അങ്ങനെ ഇട്ട് കഴിക്കുന്നവർക്കും സാധാ മാങ്ങയും ഇങ്ങനെ ചെയ്ത് നല്ലൊരു ഓപ്ഷനായിരിക്കും വെറുതെ കഴിക്കാനായിട്ട്. ഞാൻ ഇതിനകത്ത് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്, അതുകൊണ്ട് കളറുണ്ടെന്നേ ഉള്ളൂ, എരിയില്ല.
കുറച്ചുകൂടി ഉപ്പ് വേണമായിരുന്നെന്ന് തോന്നുന്നു. ഞാൻ ഉപ്പൊക്കെ തീരെ കുറച്ചായിട്ടേക്കുന്നത്. വേർ ഈസ് അവർ അപ്രന്റീസ്? ഞാൻ അല്ല അപ്രന്റീസ് ഞാൻ ഹെൽപ്പർ. ആ, മെയിൻ ആശാരി ഹെൽപ്പർ ഇതാ നിൽക്കുന്നു. അത് പഠിച്ചത് കാര്യമായിരിക്കും. നീ എങ്ങനെ ഊരുന്നേന്ന് ഞാൻ പറഞ്ഞേക്കാം. ഞാൻ കയറാം. വെയിറ്റ് ഉണ്ട്. അവന്റെ അടുത്താ. വെയിറ്റ് ഉണ്ട്. അവനെയും കൂടെ ഒന്ന് പിടിച്ചു. വീട്ടിൽ ചെന്ന് ഫാൻ ഇളക്കുക. അടുത്ത ഫാൻ അങ്ങ് ഫിറ്റ് ചെയ്യാം കൈയോടെ. അവിടെ വീട്ടിൽ ചെന്ന് സ്വിച്ച് ഇളക്കുക. അല്ല ഈ സാധനം ഇളക്കണ്ടേ ഇതിന്റെ? അത് ഇളക്കണ്ട. വേണ്ടേ? അത് ഇത് തന്നെ മതി. സെഫിനെ വീട്ടിൽ ചെന്ന് ഫാൻ ഇളക്കുക. വേണ്ട വീട്ടിൽ ചെന്ന് സ്വിച്ച് ഇളക്കുക. വേണ്ട ഇതൊക്കെയാണ് സെഫിന്റെ വെക്കേഷൻ പരിപാടികൾ. വേണ്ട സ്വിച്ച് ഇളക്കിയിട്ട് വീണ്ടും ഫിറ്റ് ചെയ്യുക. മമ്മിയുടെ ഇന്ന് വഴക്ക് കേൾക്കുക. ഇവിടുത്തെ ഫാൻ എടുത്ത് എന്റെ അച്ചാറ് വരെ വർക്ക് ഏരിയയിൽ ഇടുന്നു. ഇവിടെ പുതിയതിടുന്നു. നിന്റെ കൈ നിൽക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. യോശാൻ കേറ്. അത്രയും ബുക്കായി വീണു. കേട്ടോ കേട്ടോ ആ സൈഡിൽ ചെന്ന് എവിടെ ആയാലും മതി. ഇട്ടാ മതി. ഫാൻ ഫിറ്റ് ചെയ്യാൻ പഠിക്കേണ്ടവർ സെഫിനെ സമീപിക്കുക. അങ്ങനെ പറയരുത്. പഠിപ്പിക്കുന്നതായിരിക്കും. ഞാനാ പഠിപ്പിച്ചേ. ഉള്ള ഞുണുക്ക് പണികളെല്ലാം പഠിച്ചിട്ടുണ്ട് ഇപ്പൊ. അങ്ങനെ തന്നെ മുറുക്ക്. പുറത്ത് പ്ലയർ വേണോ? ഇത് വേണോ? സ്പാനർ വേണോ? അല്ലെങ്കിൽ ഇപ്പുറത്ത് പ്ലയർ വെച്ച് പിടിച്ച് സ്പാനർ വെച്ച് കറക്കാം. പറ്റുന്നവരെല്ലാം ഈ പണി ചെയ്യാൻ ശ്രമിക്കുക. പറ്റുന്നവരെല്ലാം വീട്ടിൽ സ്വയം ചെയ്യാൻ ശ്രമിക്കുക. അതാണ് സെഫിൻ പറയുന്നത്. പോയത് കയറ്റിയിട്ട് താണ്ടെ ഇത് വെച്ച് ചുരുട്ടി കിട്ടാൻ. ആ വയറ് ദാണ്ടെ ഇങ്ങനെ ഇങ്ങനെ നിക്ക് ഇത് ദാണ്ട ഇത് അത് കഴിഞ്ഞാഴ്ച ആ വയറേ ദാണ്ടെ ഇങ്ങനെ ഇങ്ങനെ നിന്ന് ചുറ്റും. അങ്ങനെ 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 ചുരുണ്ടിരിക്കും. ഇങ്ങനെ അല്ല സെഫിനെ, ഒന്നെടുത്ത് അങ്ങനെ അങ്ങനെ പഠിച്ച് ഇന്നാളെ ഞാൻ പറഞ്ഞു കൊടുത്തത് ഈ പഠിച്ചത്. അവന്റെ വീട്ടിൽ തന്നെ വെച്ച് പറഞ്ഞു കൊടുത്തത്. താഴെ വീട്ടിൽ അത് രണ്ടും കൂടെ കയറ്റും. ഒരുമിച്ച് കയറ്റി ചുരുട്ടി. എന്നിട്ട് പ്ലയർ വെച്ച് ഇനി വലിക്കണേ. ഫാൻ ഫിറ്റ് ചെയ്യുന്ന പഠനശാലയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സ്ക്രൂ ഡ്രൈവർ വെച്ച് ഇങ്ങോട്ട് കയറ്റി. അതിനേക്കാൾ ഓരോന്നിഞ്ഞെടുത്താൽ അതിനെക്കാട്ടിൽ ഞാൻ രണ്ടെണ്ണം ഒരുമിച്ചൊക്കെ ഇഞ്ഞെടുക്കും. സ്ക്രൂ ഡ്രൈവർ ഒരെണ്ണം കയറ്റി കൊടുത്തേച്ച് അപ്പുറത്ത്, അല്ലെങ്കിൽ ഒരെണ്ണം വലിച്ചിടുമ്പോഴത്തേക്ക് മറ്റേത് ഇങ്ങനെ ഇളകിപ്പോരും. ഇരിക്കുന്നിടത്തുനിന്ന് മാറ്. ഇടേക്കോട്ടെ, ഇളകി വീണാലോ? എന്നാലും ഇനിയിപ്പൊ ഞാൻ ഇടുവേ. നോക്കട്ടെ കാറ്റ്. ആ കപ്പ് ഒരു സൗണ്ട്. ആ കപ്പ് ഇച്ചിരിയും കൂടെ ഒന്ന് പൊക്കണം. എന്റെ കപ്പേ ചലിക്കുന്നില്ല. ഇത് കയറ്റി ഇട്ട് അമ്മ അത് അടുത്തടുത്തൊക്കെ നോക്കുന്നു. മനസ്സിലായോ? അതിപ്പോ നീ വികസിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നേ. അത് ഇച്ചിരി അടുപ്പിച്ചേ എന്നിട്ട് ഞാൻ അങ്ങനെ താഴോട്ട് കൊണ്ടുവരണം. പാലെടുത്ത് കൊടുക്കാം. എന്റെ സാമ്രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഇതാണ് കേട്ടോ, ഈ വർക്ക് ഏരിയ. ഉച്ചരിടുന്ന സ്ഥലമാണ്. സിറ്റ് ഔട്ടിൽ കിടന്ന ഫാൻ ഇങ്ങോട്ട് എടുത്തിടുക കേട്ടോ. ഞാൻ ഫുൾ ടൈം ഇവിടെ ഇരുന്നാണ് അരിയുന്നതും വറക്കുന്നതും എല്ലാം. അപ്പോ ചൂട് സമയത്ത് ഭയങ്കര ചൂടാണ്. അപ്പൊ അവിടെ ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട്
ജോസാൻ ഇട്ട് തന്നതാ. കുറെ നാളായിട്ട് ഞാൻ പറയുന്ന അവിടെ ഒരു ഫാൻ ഇട്ട് തരാനായിട്ട്. ഇത് ജൽജീര ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചപ്പോൾ 1-2 പേര് എൻ്റെ കയ്യിന്ന് ഓർഡർ ചെയ്ത് മേടിച്ചിരുന്നു. എനിക്കറിയില്ല അവർക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, നേരത്തെ ഉപയോഗിക്കുന്നവരാണോ അതോ വീഡിയോ കണ്ട് മേടിച്ചു തന്നോന്ന് അറിയില്ല. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ സെഫിനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സെഫിൻ എന്തേലും പണിയായിട്ടൊക്കെ നിൽക്കുവാണെങ്കിൽ പറയും, ചേച്ചിയെ ആ വെള്ളം ഇച്ചിരി ഉണ്ടാക്കിത്താ. എന്നിട്ട് ചിലപ്പോ ആ ബോട്ടിലിൽ നിറച്ചു കൊടുക്കാൻ പറയും. ഒരു ബോട്ടിൽ വെള്ളമായിട്ടാണ് അവന്റെ പണി. ആ, ഇഷ്ടപ്പെടുന്നവര് കാണും, ഇഷ്ടപ്പെടാത്തവരും കാണും. എനിക്കറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതിനകത്ത് ഇന്ദുപ്പ്, ബ്ലാക്ക് സോൾട്ട്, ജീരകം, കായം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. ബോംബെയിലായിരുന്ന സമയത്ത് ഇതിന്റെ ചെറിയ പൗച്ചുകൾ കിട്ടും. ഞാൻ ഓർക്കുന്നില്ല 5 രൂപയാണോ അതിൽ കുറവായിരുന്നോ എന്ന് ഓർക്കുന്നില്ല കേട്ടോ. ഇങ്ങനെ പൗച്ചുകൾ ഇങ്ങനെ മേടിച്ചിട്ടേക്കും. ഇടയ്ക്കിടയ്ക്ക് ദാഹം തോന്നുമ്പോ ആർക്കാണെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാരും ഓഫീസിൽ ഇത് മേടിച്ചിട്ടേക്കും. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കുടിക്കും കേട്ടോ. ഇത് കുടിക്കുമ്പോ എന്റെ മനസ്സ് ഓട്ടോമാറ്റിക്കായിട്ട് ബോംബെയിലെ ഓഫീസിലേക്ക് പോകും. കഴിഞ്ഞ ദിവസം ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, ബെൻസി നാട്ടിലെ ലൈഫാണോ ബോംബെയിലെ ലൈഫാണോ ഏതാണ് ഇഷ്ടപ്പെടുന്നതെന്ന്. രണ്ടിനും ഗുണമുണ്ട് ദോഷമുണ്ട് കേട്ടോ. അത് ജീവിച്ചവർക്കേ അറിയത്തുള്ളൂ. ഇപ്പൊ നമുക്ക് ശുദ്ധവായു കിട്ടും. ഇപ്പൊ എന്റെ ജോലി എന്ന് പറയുന്നത് ഞാനാണ് എന്റെ ബോസ്. അപ്പോ അതിനനുസരിച്ചുള്ള കമ്മിറ്റ്മെന്റ്സ് കൂടുതലാണ്. അവിടെ ആണെന്നുണ്ടെങ്കിൽ മഴയാണെങ്കിലും വെള്ളപ്പൊക്കമാണെങ്കിലും അസുഖമാണെങ്കിലും എങ്ങനാണെങ്കിലും ജോലിക്ക് പോയേ പറ്റത്തുള്ളൂ. ഇവിടെ ജോലി ചെയ്യണം, പക്ഷെ എനിക്ക് എന്റെ സമയത്തിന് ചെയ്യാം. കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. പ്ലസും ഉണ്ട് മൈനസും ഉണ്ട്. അത് കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ അവരവിടെ ജോലി ചെയ്യുന്നു, ഇവിടെ ഞാൻ എന്റെ ജോലി ചെയ്യുന്നു. ചീര കുറച്ചടുത്ത വീട്ടിൽ നിന്ന് തന്നായിരുന്നു, അത് തോരൻ വെക്കാൻ വേണ്ടി. ഞാനപ്പോ അവിടെ തന്നെ ഇരുന്ന് അവരുടെ അടുത്ത് കാര്യം പറഞ്ഞിരുന്ന് അരിയുവാണ് കേട്ടോ. ശുദ്ധവായു ഒക്കെ ശ്വസിച്ച് കാഴ്ചകളൊക്കെ കണ്ട്, അടുത്ത പൂച്ചകളൊക്കെ ഉണ്ട്, അതിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞ് കാറ്റൊക്കെ കൊണ്ട് ഒരു പ്രത്യേക വൈബാണ്. അവന് പരുവത്തിന് ഇരിക്കാൻ പറ്റിയ സ്ഥലമേ. ഇനി എന്റെ കുപ്പിയും ചെടിയും കൂടെ തള്ളിയിടല്ലേ, എന്റെ ഉള്ളി മൊത്തം തള്ളിയിട്ട് താഴെ. അതൊക്കത്തില്ല, അതൊക്കത്തില്ല. ഇനി പറഞ്ഞുതരാം, ലൈൻ പറഞ്ഞുതരാം. ഞാൻ ഓഫ് ചെയ്തിട്ട് അല്ല, ഇതിന്റെ ഫേസ് കൊണ്ടുവന്ന് ഈ ഫേസ് കൊണ്ടുവന്ന് ഇതിന്റെ മേളിൽ കൊടുക്കണം. ഈ ടോപ്പ് കറണ്ട് അതിന്റെ മേളിൽ കൊടുക്കണം. ഇതിന്ന് ഒരു ലൈൻ പിടിച്ച് വ്യൂലൊക്കെ എടുക്കണ്ടേ? അതെങ്ങനെയാ നിക്കുവോ? അങ്ങ് ധൃതിയില്ലയോ? ഇവിടെ അല്ല വെറൈറ്റി ആയിട്ടാ ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെയാലും ഇച്ചിരി കാറ്റ് കിട്ടിയാ മതിയേ. ഇത് 2 കളറാ. വെറൈറ്റി ആയിട്ടാ ഇവിടെ അല്ല വെറൈറ്റി ആയിട്ടാ എല്ലാരും ചെയ്യുന്നത്. അടുക്കളയിലെ ഫാൻ നശിപ്പിച്ചത് ഞാൻ തന്നെയാണ് കേട്ടോ. ഈ ഫാൻ ഇട്ടുകൊണ്ട് ആ കബോർഡ് തുറന്നപ്പോ അതിന്റെ ആ ലീഫ് ഉണ്ടല്ലോ, അത് വളഞ്ഞുപോയി. ഒട്ടും കാറ്റ് കിട്ടുന്നില്ലായിരുന്നു. അപ്പൊ അതിന്റെ ലീഫ് മാറ്റിയിട്ട് വേറെ പഴയ ഫാനിന്റെ ലീഫ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്ത് ഫിറ്റ് ചെയ്തതാണ്. എനിക്കിപ്പോ അടുക്കളയിൽ കാറ്റ് കിട്ടിയാൽ മതിയല്ലോ. വെളിയിൽ നിന്ന് ഒരു കലം എടുക്കാൻ വേണ്ടി തുറന്നതായിരുന്നു. ഫാൻ ഇട്ടിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ ഓർത്തില്ലായിരുന്നു. ഫാനിന്റെ അടിയിലിരിക്കുന്ന സംഭവം നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? നമ്മൾക്ക് അടുക്കളയിൽ ഫാൻ ഇട്ടുകൊണ്ട് തന്നെ ഗ്യാസ് കത്തിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനുള്ള ഒരു സാധനമാണ് അത്. അങ്ങനെയാണ് അതിന്റെ അഡ്വർടൈസ്മെന്റ്. വേറെ ഒരു യൂട്യൂബർ നല്ലതാണെന്ന് പറഞ്ഞിട്ടാണ് ഞാനത് മേടിക്കുന്നത്. പക്ഷെ എനിക്കെന്തോ അത് അത്ര യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നില്ല. കാരണം ഭയങ്കരമായിട്ട് സമയം എടുക്കുന്നുണ്ട് നമ്മുടെ പാത്രങ്ങൾ ചൂടാവാനും സാധനം കുക്കായി കിട്ടാനും. ഫാൻ ഇടാം, എങ്കിലും അതിനകത്ത് ഇത് സ്പ്രെഡ് ആവുന്നുണ്ട് കേട്ടോ. തീ സ്പ്രെഡ് ആവുന്നുണ്ട്. എനിക്ക് അത്ര എഫക്റ്റീവ് ആയിട്ട് തോന്നിയില്ല. അപ്പൊ ഉച്ചയ്ക്ക് മുട്ട പൊരിച്ചത്, മീൻ പീര പറ്റിച്ചത്, ചീരത്തോരൻ, അച്ചാറ്, പിന്നെ സെഫിന് മീൻ അച്ചാറോ ബീഫ് അച്ചാറോ അതാണ് മസ്റ്റായിട്ട് വേണ്ടത്. അതും ഉണ്ടെങ്കിൽ അവന് വേറെ ഒന്നും വേണ്ട, അത് കൂട്ടി ചോറ് കഴിച്ചോളും. ജോസാൻ ഇവിടെ വേറെ ഒരു സംഭവം ഫിറ്റ് ചെയ്തിട്ട് നിൽക്കുന്ന നിപ്പാണ്. എന്നെ വിളിച്ചിട്ട് ഞാൻ അറിഞ്ഞില്ല ഫിറ്റ് ചെയ്യുന്നത്, എന്നെ വിളിച്ച് കാണിക്കുവാണ്. ജോസാൻ തന്നെ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വരുത്തിയ ഒരു സംഭവമാണ് ഇത് കേട്ടോ. വന്നു കഴിഞ്ഞാണ് ഞാൻ അറിയുന്നത്. കൊള്ളാം സംഭവം. ഇതിപ്പം പലയിടത്തും കാണുന്നുണ്ട് കേട്ടോ.
എന്താണ് നല്ലൊരു പഴമയിലേക്ക് പോകുന്ന ഒരു ഫീലാണ് അതിന്. ക്ലോക്കാണ്. ഒരു സൈഡ് കാണുന്നില്ല, ഇവിടെ ഗ്യാപ്പ് വേണമെന്ന് തോന്നുന്നു. ഒരെണ്ണേ കാണുന്നുള്ളൂ. സമയം മാറ്റിയില്ല, അത് ഇത്ര ആയുള്ളൂ. സമയം ഇത്ര ആയുള്ളൂ. എൻ്റെ 5 മണി കഴിഞ്ഞെന്ന് തോന്നുന്നു മൊബൈലിൽ. ഓ 4 നേരെ എടുത്ത് പോയി ഞാൻ എന്താ ചെയ്യണോ ഇനി? ഫ്ലിപ്കാർട്ടില്ലേ, ഇത് സാധനം നശിക്കാതെ വരണ്ട. ഇത് കൂടിയതാ പ്ലൈ, ഏറ്റവും കൂടിയ പ്ലൈ. ഇത് നോക്കി എത്ര ആവുന്നു, എത്ര കട്ടിയുള്ളതാ. ഇത് കളയല്ലേ, അതെനിക്ക് വേണേ, കളയല്ലേ. കൊള്ളാം, ഭംഗിയുണ്ട്, ചേരുന്നുണ്ട്. അതെനിക്ക് വേണം, കളയല്ലേ. അത് കാറ്റിനനുസരിച്ച് ഇത് പാടുമായിരിക്കും. ഉണ്ടാക്കിയാലും തികയാത്ത ഒന്നാണ് ചക്ക വരട്ടിയത്. അപ്പൊ ഇപ്രാവശ്യത്തെ ചക്ക വരട്ടിയതിന് കുറേ അധ്വാനം ഉണ്ട് കേട്ടോ. ഞങ്ങള് അഞ്ചൽ ചക്ക എടുക്കാൻ പോയത്. കഴിഞ്ഞ പ്രാവശ്യം ഓട്ടോയിലാണ് പോയതെന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം ചെറിയൊരു പിക്കപ്പാണ് കേട്ടോ. അയ്യോ, ഇതിന് പിക്കപ്പ് എന്നാണോ പറയുന്നത്? എന്തായാലും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, അതിനകത്താണ് പോയത്. എനിക്ക് കൂട്ടിന് സെഫിനാണ് വരുന്നത്. ജോസാനും എനിക്കൂടെ അതിനകത്ത് ഇരിക്കാൻ പറ്റത്തില്ല. ഓൾറെഡി 2 പേർക്കേ അത് ഇരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ സെഫിൻ വരുന്നു, പറഞ്ഞു ചേച്ചി ഒറ്റയ്ക്കാണോ, എങ്കിൽ ഞാനും വരുന്നു. അവന്റെ ഒരു കെയർ ആണത് കേട്ടോ. ഇപ്പം സെഫിനും വരുന്നെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. ജോസാൻ പറഞ്ഞു ജോസാൻ പോയി എടുത്തോണ്ട് വരാമെന്ന്. എനിക്ക് സ്വന്തം വീട്ടിൽ പോകുമ്പോൾ അങ്ങനെങ്കിലും ഒന്ന് വീട്ടിൽ പോയി അത്രയും ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം അത്രയെങ്കിലും സ്പെൻഡ് ചെയ്യാമല്ലോ. ആ ഒരു ഇതോടാണ് ഞാൻ പറഞ്ഞത്, വേണ്ട ജോസാൻ ഞാൻ പൊക്കോളാമെന്ന്. അങ്ങനെ വലിയ കാര്യത്തിൽ പോയതാണ്. ഇപ്രാവശ്യം നമ്മള് 3-4 ചക്ക എടുത്തായിരുന്നു കേട്ടോ. ഇപ്പോഴും വരട്ടിക്കൊണ്ടിരിക്കുന്നു. വരട്ടിയാൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ തീരുന്ന ഒരു സംഭവമാണ് ചക്ക വരട്ടിയത്. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ സ്റ്റാറ്റസ് ഇടുന്നത്. അതിങ്ങെടുത്ത് സഞ്ചി എന്തോ ഉണ്ട് വിശേഷം. ഷൂള് തുറക്കാൻ പോവല്ലയോ? റെഡി ആയോ ഷൂള് തുറക്കുന്നതിന്? രാവിലെ കുളിച്ചൊക്കെ സുന്ദരനായി നിൽക്കുവാണോ? 2 ഫിക്സേ ഉള്ളൂ. ജേക്കുമോൻ എന്തി കുളിക്കുവാന്നോ? കുഞ്ഞല്ല ഉച്ചയ്ക്ക് വല്ലതും കഴിച്ചോ? എനിക്ക് ചക്കയൊക്കെ അങ്ങോട്ട് പറക്കി തലയിലോട്ടൊന്ന് വെക്ക്. ആദ്യമായിട്ടാണ് കേട്ടോ സ്വന്തം വീട്ടിൽ പോയിട്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ തിരിച്ചു വരുന്നത്. നാത്തൂന് ഭയങ്കര വിഷമായി പോയത്. ശിവച്ചിക്ക് അമ്മ പറയുമായിരുന്നു, ശിവ ഇവിടെ പറഞ്ഞ് കരയുമായിരുന്നു, അവളുടെ അവളുടെ ലൈഫ് വന്നിട്ടൊന്ന് ചായ അനത്തിയത് പോലും ഞാൻ കുടിച്ചില്ല. എനിക്ക് സമയം കിട്ടിയില്ല. കാരണം നമ്മളൊരു വണ്ടിയായിട്ടൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വരണമല്ലോ. നമ്മുടെ വീടാന്നും പറഞ്ഞ് അങ്ങനെ ഇരുന്ന് കാര്യം പറയാനോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ ഓട്ടോയിലായിരുന്നു പോയത്. അപ്പോ അത് അറിയാവുന്ന ഒരു ഓട്ടോയായിരുന്നു. ഇത് പുതിയതായിട്ട് നമ്മൾ വിളിച്ചുകൊണ്ട് പോയതാണ്. അപ്പൊ അതനുസരിച്ച് പുള്ളിക്കാരന് വേറെ ഓട്ടത്തിനെങ്ങാനും പോകണമെങ്കിലോ അങ്ങനെ നമുക്ക് വീട്ടിൽ ഒത്തിരി നേരം ഇരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് ചക്ക പറക്കി വെച്ച അത്രയും സമയം മാത്രം അതിനിടയ്ക്ക് ചായ ഇട്ട് നമ്മുടെ വണ്ടി ഓടിക്കുന്ന ആൾക്ക് മാത്രം ചായ, പുള്ളിക്കാരൻ മാത്രം ചായ കുടിച്ചു. സെഫിന് വേണ്ടാന്ന് പറഞ്ഞു. എനിക്കത് കുടിക്കാൻ ടൈം കിട്ടിയില്ല. പെട്ടെന്ന് വണ്ടി കയറിയിരുന്നു, വീട്ടിലെത്തി. അതായിരുന്നു. അപ്പം വീട്ടിലുള്ള എല്ലാവർക്കും ഭയങ്കര വിഷമമായി പോയി. അത് ഞാൻ പറഞ്ഞ അമ്മേ, അത് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഒരു ബിസിനസ് ചെയ്യുമല്ലേ ഇപ്പോ, അതിനനുസരിച്ച് സമയം നമുക്ക് സേവ് ചെയ്യണമല്ലോ. കാരണം ഭയങ്കര തിരക്കുള്ള സമയമായിരുന്നു അത്. ഭയങ്കര തിരക്കുള്ള സമയം. പറച്ചില് കേട്ടാ തോന്നും തിരക്കില്ലാത്ത സമയം ഏതാന്ന്. തിരക്കില്ലാത്ത സമയമേ ഇല്ല. അത്ര ബിസി ആയിപ്പോയി. എന്തായാലും വീട്ടിൽ കൊണ്ടുവന്ന് ചക്കയെല്ലാം അടുക്കി വെച്ചു. കുറേ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം വരിക്കച്ചക്ക. നമ്മൾ ചക്ക വരട്ടുന്നത് വരിക്കച്ചക്കയിൽ മാത്രമാണ്. കൂഴച്ചക്ക എടുക്കാറില്ല. എന്നാൽ കൂഴച്ചക്കയിൽ വരട്ടുന്നവരുണ്ട് കേട്ടോ. പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട്, ബെൻസി കൂഴച്ചക്ക ഏറ്റവും നല്ലതാണ് വരട്ടാനെന്ന്. പക്ഷെ ഞാൻ എടുക്കാറില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ കേട്ടോ. ഇനി കുറെ പറയാനുണ്ട്. അതൊക്കെ അടുത്ത വ്ലോഗായിട്ട് വരാം. ഇപ്പൊ ഇത്രയും സമയമായില്ലേ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുണ്ടെങ്കിലും അറിയിക്കാൻ മറക്കരുത്. ഉടനെ അടുത്ത വീഡിയോ ഇടാം എന്നുള്ള ഒരു പ്രതീക്ഷയോടെ ബൈ, ഗോഡ് ബ്ലസ് യു.